രണ്ട് ചോദ്യങ്ങൾ ഒരുമിച്ച് ഇവിടെ ചോദിക്കുന്നു. ഉത്തരം പറയുന്നത് ബഹുമാനായ ഹാരിസ് ബിൻ സലീമാണ്. സംഗീതം ചികിത്സാ രംഗത്ത് വരെ ഉപയോഗിക്കാമെന്ന് അഭിപ്രായം ഉയർന്നുവരുന്ന സമയത്ത് ഇസ്ലാം സംഗീതം നിഷിദ്ധമാക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? വസ്ത്രധാരണ രംഗത്തെ പിഴവുകൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് കാരണമാകുന്നു എന്ന വിലയിരുത്തലിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ സെഷൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ വരേണ്ട ഓരോ വിഷയങ്ങളെയും നമ്മൾ സംക്ഷിപ്തമായിട്ട് ഇവിടെ പറയണം. ഇവിടെ ഇതുവരെ ചർച്ച ചെയ്ത വിഷയങ്ങളിപ്പോ അല്ല മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോഴേക്കും അത് വിരോധിച്ചതും അത് പാടില്ല എന്ന് പറയുന്നതും എന്തായിരുന്നാലും ഒരതിക്രമമായി പോയി എന്ന് ചില മനസ്സുകളെങ്കിലും പറയുന്നുണ്ടായിരിക്കും. ആളുകൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. അതിന്റെ മതപരമായ വിഷയത്തിലേറെ അതിനെപ്പറ്റി ചോദിച്ച ചോദ്യകർത്താവ് ഊന്നിയത് നമ്മുടെ ചികിത്സാരംഗത്ത് പോലും പുതിയൊരു പരീക്ഷണമായി ചികിത്സാരീതിയായി മ്യൂസിക് തെറാപ്പിയൊക്കെ വരുമ്പോൾ ഈ മ്യൂസിക്കിനെ എല്ലാ കാലികമായ കാര്യങ്ങളിലും സാധ്യതകളും ബുദ്ധിപരമായ വീക്ഷണങ്ങളും കാണുന്ന ഇസ്ലാം എന്തുകൊണ്ട് മ്യൂസിക്കിനെ ഇത്രയും മോശമായി കാണുന്നു എന്നത് സ്വാഭാവികമായൊരു ചോദ്യമാണ്. ഈ മ്യൂസിക് എന്നുള്ളതിന്റെ അനുഭവം ഒരുപക്ഷെ ഈ സംസാരിക്കുന്ന എന്നെക്കാളും ഈ സദസ്സിലുള്ള ആളുകൾക്കാണ് പറ്റുക. കാരണം നമ്മളുടെ ഒരു പൊതു നിരീക്ഷണത്തിൽ ഇന്ന് മ്യൂസിക്കിന്റെ വ്യാപനം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ക്ലാസ്സിലും മഫ്തയിട്ട് പെൺകുട്ടികൾ ചെവിയിൽ ഇയർഫോൺ വെച്ചിരിക്കുന്നത് പിടിച്ച ഒരു അധ്യാപകനെ എനിക്ക് പരിചയമുണ്ട്. ക്ലാസ്സിൽ കോളേജിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് മഫ്തയിട്ടതിന്റെ ഉള്ളിൽ നിന്ന് ഇയർഫോൺ പിടിച്ച ഒരു അധ്യാപകനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്രമാത്രമാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ആ മരണ വീട്ടിൽ വാപ്പ മരിച്ചു കിടക്കുമ്പോഴും ഒരുപക്ഷെ നമ്മൾ അറിയാതെ മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോഴും ക്ലാസ്സിലിരിക്കുമ്പോഴും എല്ലാം മ്യൂസിക് ശീലിച്ചവർ ഒരുപക്ഷെ മരണ വീട്ടിൽ പോലും ഉപയോഗിച്ചു പോകുമോ എന്ന് ഭയപ്പെടുമാറ് അത് വ്യാപിച്ചിരിക്കുന്നു എന്ന സത്യം ഈ സദസ്സിരിക്കുന്ന ആളുകളൊക്കെ അംഗീകരിക്കുന്നതാണ്. മ്യൂസിക്കിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിനൊരു താളവും ഒരു ക്രമവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, എപ്പോഴും നിശബ്ദനായിരിക്കുന്ന ആള് പോലും മ്യൂസിക് തുടങ്ങി കഴിയുമ്പോൾ അറിയാതെ അവന്റെ കൈയും കാലും ഒക്കെ ചലിച്ചു തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായും മ്യൂസിക്കിന്റെ ആ താളങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അതിനെ അനുഗമിച്ച് നമ്മുടെ മനസ്സ് ആ മ്യൂസിക്കിന്റെ ലഹരിയിലാണ് മുഴുകൻ. ആ സന്ദർഭത്തിൽ വേറെ ഒന്നും നമുക്ക് സാധ്യമല്ല. മാത്രമല്ല ആ ഒരു താളവും ക്രമവും നമ്മുടെ ജീവിതത്തിന്റെയും മനസ്സിന്റെയും ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതൊരു മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മ്യൂസിക് ഇല്ലാതെ ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകള്, വായിക്കുന്ന ആളുകൾ, എഴുതുന്ന ആളുകൾ, അവരൊക്കെ മ്യൂസിക് ആ സമയത്ത് ഇയർഫോൺ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഇയർഫോൺ അയച്ചു വെച്ചാൽ അവർക്ക് ഒരിക്കലും കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞ എന്തുമാത്രം ബന്ധം നാം ചെയ്യുന്ന പ്രവർത്തനവും ജീവിതവുമായി മനസ്സ് മ്യൂസിക്കുമായി കണക്റ്റഡ് ആണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും അധികം ചിന്തയോടുകൂടെയും ആലോചനയോടുകൂടി ഇരിക്കുന്ന നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും മയക്കിക്കിടക്കുന്ന, നിർജീവമാക്കുന്ന, അനസ്തേഷ്യ കൊടുക്കുന്ന ഒന്നാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിച്ച സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു ഗുണം, ഞാൻ പറഞ്ഞത് ഒരു റിലാക്സേഷന് വേണ്ടി ചെയ്യാണ് എന്നാണ് ആളുകൾ പറയാറുള്ളത്. ഞാൻ പറഞ്ഞ എന്തു റിലാക്സേഷനാണ് നമുക്ക് കിട്ടുന്നത്? അതിശക്തമായ നിലക്ക് നമ്മുടെ കർണപുടങ്ങളെ അടിച്ചു തകർക്കുന്ന, നമ്മുടെ മനസ്സിന് ഒരു നന്മയും ചെയ്യാത്ത, എന്തെങ്കിലും ഒരറിവ് നമുക്ക് പകർന്നു നൽകാത്ത ഒരു മ്യൂസിക് എന്താണ് നൽകുക? ഒന്നും നൽകൂല. അതുകൊണ്ട് മനസ്സാക്ഷിയെ മരവിപ്പിച്ചു കിടത്തേണ്ട സമയങ്ങളിലെല്ലാം മ്യൂസിക് ഉപകാരപ്പെടും. ഒരു വൃത്തികെട്ട, ഒരു നഗ്നമായ ഒരു ഡാൻസ് ഒരാൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ മ്യൂസിക്കിന്റെ അകമ്പടിയാണ്. ഒരു മദ്യഷാപ്പിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തോ ഒരു ചെറിയ കുറ്റബോധം മനസ്സിലുണ്ടെങ്കിൽ അതിനെ തകർക്കാൻ മ്യൂസിക്കിന്റെ അകമ്പടികൾക്ക് പറ്റും. നമ്മുടെ മനസ്സിന്റെ എല്ലാ നന്മകളെയും എല്ലാ നന്മയുടെ ബോധങ്ങളെയും മയക്കിക്കിടത്തുന്ന ഒന്നാണ് മ്യൂസിക്. അതുകൊണ്ട് നോക്ക്, നിങ്ങൾ മ്യൂസിക്കിന്റെ നിരോധത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസ് ഒന്ന് സൂക്ഷ്മതയോടുകൂടെ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കൂടെ പറഞ്ഞ കാര്യങ്ങൾ. ഇമാം ബുഖാരിന്റെ ഹദീസാണ്. യഅ്തി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരും, ആ കാലം വന്നാൽ അവരെന്താ ചെയ്യാരും? യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരത്തെ അവർ ന്യായീകരിക്കുന്നതാണ്. നമ്മൾ കേട്ടല്ലോ കഴിഞ്ഞ സെഷനിൽ എല്ലാ സഹോദരങ്ങളെ, ഒരു പെൺകുട്ടിയുമായുള്ള അവിഹിതമായ ബന്ധത്തിന് മതപരമായ പരിവേഷം പോലും നൽകാൻ ആളുകൾ തയ്യാറായി. അത് അനുവദനീയമായി വാദിക്കാൻ പറഞ്ഞു. വ്യഭിചാരം അനുവദനീയമാണ്, അപ്പൊ വ്യഭിചരിച്ചുകൂടെ എന്നല്ല ചോദിക്കുന്നത്.
വ്യഭിചാരത്തിന്റെ പരോക്ഷമായ പ്രത്യക്ഷമായ എന്തു കാര്യങ്ങൾക്കും ന്യായം പറയാൻ തയ്യാറാകുന്ന ചില മനസ്സുകളുള്ള ആളുകൾ പിൽക്കാലത്ത് വരും. അടുത്തത് എന്താ പറഞ്ഞത്? വൽ ഹരീർ, പട്ടിനെ. എന്താ മറ്റു വസ്ത്രങ്ങളിൽ നിന്നും പുരുഷന് പട്ട് ധരിക്കുമ്പോൾ ആ പട്ടുവസ്ത്രത്തിന് എന്താ പ്രത്യേകത? ഉറപ്പുള്ളതല്ലേ, ഉപയോഗിക്കാൻ സൗകര്യമുള്ളതല്ലേ എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. വൽ മആസിഫ്, എല്ലാ സംഗീതോപകരണങ്ങളും മആസിഫിൽ പെടുന്ന പണ്ഡിതന്മാർ പറഞ്ഞു. സംഗീതോപകരണങ്ങള്, വ്യഭിചാരത്തിന്റെ കൂടെ സംഗീതോപകരണങ്ങളെ പറയാന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു സമൂഹത്തിന്റെ ക്രിയാത്മകതയെ, മാനസികാവസ്ഥകളെ, തിന്മയോടുള്ള പ്രതിരോധത്തെ, മനസ്സാക്ഷിയെ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന, മണിക്കൂറുകൾ കണക്കിന് അതിനെ കൊന്നുകളയുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബസ്സിലൊക്കെ മുമ്പ് കയറിയാൽ ഒന്നില്ലെങ്കിൽ പത്രം വാങ്ങി അത് മുഴുവൻ വായിച്ചു തീർക്കും, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങി വായിച്ചു തീർക്കും. സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒഴിവാകുമ്പോൾ ഒരു ദീർഘയാത്ര ബസ്സിലോ ട്രെയിനിലോ ഉണ്ടെങ്കിൽ, സഹോദരങ്ങൾ ആരുടെയെങ്കിലും പുസ്തകം കാണാറുണ്ടോ? കയറുമ്പോഴേക്കിന് പാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ടു, ഇയർഫോൺ വലിച്ചു, കണക്ട് ചെയ്തു, നമ്മളും കൂടെ അല്ലേ. എന്നിട്ട് അയാൾ ഉറങ്ങാൻ മണിക്കൂറുകളോളം എന്ത് ചെയ്യുക? അത് കേൾക്കുക, ഉറങ്ങുക. ഉണരുമ്പോൾ വീണ്ടും കേൾക്കുക, വീണ്ടും പാട്ട് മാറ്റിയിടുക, അത് ഡൗൺലോഡ് ചെയ്യുക. സഹോദര, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ഒഴിവ് സമയവും ആരോഗ്യവും നാളെ അള്ളാഹു ചോദിക്കും. സുഹൃത്തുക്കളെ, ഈ കൗണ്ടറിൽ വിൽക്കുന്ന ഒരു പുസ്തകം നിങ്ങൾ നോക്കൂ, വലിയ വലിയ അറബി പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങൾ പച്ച മലയാളത്തിൽ വായിച്ചു തീർക്കാൻ സുഹൃത്തെ 20 മിനിറ്റ് മതി. ആ 20 മിനിറ്റിന്റെ വില എത്രയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പണ്ഡിത ശ്രേഷ്ഠൻ ഒരു വിഷയത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യം മനസ്സിലാക്കാൻ 20 മിനിറ്റ് മതി, 10 പേജ് വായിക്കാൻ. ആ സ്ഥാനത്ത് 20 മണിക്കൂർ മ്യൂസിക് കേൾക്കുന്നത് തെറ്റല്ലെന്ന് പറയാൻ സമയബോധത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ മഹത്വത്തെക്കുറിച്ചും വരുന്ന ആൾക്ക് ആർക്കെ പറ്റുക? ഞാൻ പറഞ്ഞ ഒരു നിലക്കും സഹോദരങ്ങളെ അത് നമ്മൾ വരരുത്. കാരണം അതിനും വലിയ അഡിക്ഷൻ ഉണ്ടെന്ന തെളിവാണ്. പലരും മാറി വന്ന് എല്ലാം ശീലിച്ചാലും മ്യൂസിക് നിർത്താൻ പറ്റില്ലെന്ന് കംപ്ലൈന്റ് പറയുന്നത് അത്ര നിസ്സാരല്ല. നിർത്താൻ സമയത്താണ് മ്യൂസിക്കിന്റെ ഭയാനകത നമുക്ക് മനസ്സിലാകാം. പിന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ധരിച്ചിട്ട് ഖുർആനെ പറ്റി വ്യാഖ്യാനം പറയാൻ ഏറ്റവും അർഹതപ്പെട്ട സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞത് ഈ ആയത്ത് മ്യൂസിക്കിനെ കുറിച്ചാണെന്നാണ്. വല്ലാഹി വല്ലാഹി അൽ ഗിനാ ഹുവ വല്ലാഹി അൽ ഗിനാ, അല്ലാഹുവാണ് സത്യം, ഇത് ഗിനാഇനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് ആര് പറഞ്ഞു എന്നറിയുങ്ങൾ? ഇബ്നു മസ്ഊദ്. ഏതാണ് ആയത്ത്? വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാ, അള്ളാഹുവിന്റെ ഭാഗത്ത് വഴിതെറ്റിക്കാൻ വേണ്ടി വിനോദ വർത്തമാനങ്ങളെ വില കൊടുത്തു വാങ്ങുന്ന ആളുകൾ, അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് ലഹും അദാബും മുഹീന്നാൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷ ഉണ്ടെന്ന്. നമ്മൾ നല്ലവണ്ണം പരിശോധിക്കണം സഹോദരങ്ങൾ. നമ്മുടെ സമയത്തെയും ജീവിതത്തെയും വെറുതെയാക്കി കളയുന്ന ഒന്നാണ്. നോക്ക്, നിങ്ങളൊരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു ഓട്ടോറിക്ഷയിൽ കയറാൻ പറ്റില്ല, നമുക്ക് ഒരു ബസ്സിൽ കയറിയാൽ ഫോൺ ചെയ്യാൻ പറ്റും നമുക്ക്. ആ മ്യൂസിക്കിന്റെ ശക്തി കൊണ്ട് ഒരിക്കലും ഒരു നല്ല സ്മൂത്തായ ഒരു അവസ്ഥ തന്നെയല്ല. സ്വന്തം അടുത്തിരിക്കുന്ന ആള് അവന്റെ ഇയർഫോണ് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടാണ് അവൻ ഇരിക്കുന്നത്, മ്യൂസിക് ഇട്ടിട്ട് തൊട്ടടുത്ത് നമ്മൾ ഇരിക്കണം. നമുക്കൊരു പുസ്തകം വായിക്കാൻ പറ്റും, ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ആളുകളെ പരിസരത്തുള്ളവരെ എപ്പോഴും ദ്രോഹിക്കാണ്. ഒരു ഒന്നിച്ചുറങ്ങുന്ന ഹോസ്റ്റൽ റൂമിൽ ഇന്നൊരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ മ്യൂസിക് കേൾക്കണമെന്ന് വിചാരിക്കുന്നത്, പക്ഷെ റൂംമേറ്റ്സ് വെക്കും, കുറച്ചേരൊക്കെ അങ്ങനെ കേൾക്കാതിരിക്കും, പിന്നെ അത് കേട്ടു പോകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുന്നവരെ പോലും സ്വസ്ഥമാകാൻ സമ്മതിക്കാത്ത രൂപത്തിൽ മ്യൂസിക് നമ്മുടെ ക്യാമ്പസുകളെയും ജീവിതത്തെയും പഠനമുറികളെയും നമ്മുടെ യാത്രാവേളകളെയും ആരാധനാവേളകളെയും മുഴുവൻ മ്യൂസിക് കൈയടക്കി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, അത് അനുവദനീയമാണോ എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായാൽ ആർക്കാണ് ഈ ഒരു മുന്നോട്ട് പോക്കിനെ പിടിച്ചു കെട്ടാൻ പറ്റുക? അതുകൊണ്ട് നാം തീരുമാനിച്ചാൽ അതിന്റെ അപകടങ്ങളെക്കുറിച്ച് ഇസ്ലാമിക വഴിയിൽ അല്ലാതെ തന്നെ പറഞ്ഞു കൊടുത്താൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വിദ്യാർത്ഥിക്ക്, ഒരു കാര്യബോധമുള്ള വിദ്യാർത്ഥിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ പറയാൻ പറ്റുന്നതേ മ്യൂസിക്കിന്റെ തിന്മയെക്കുറിച്ചുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഡ്രസ്സിനെ കുറിച്ചാണ് സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കണം. നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളൊക്കെ പെൺകുട്ടികൾ ഏറ്റവും നല്ല വസ്ത്രത്തിൽ, എന്നാൽ മഫ്ത ധരിക്കാത്ത മുസ്ലിം പെൺകുട്ടികളെ കാണാൻ പ്രയാസമാണ് പലപ്പോഴും ക്യാമ്പസുകൾ. അത്രമാത്രം മാറി. പണ്ടൊക്കെ ഒരു 10-20 കൊല്ലം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീ മുഖമക്കനെ ഇട്ടാൽ അവൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനം ചെറുതല്ലായിരുന്നു. പക്ഷേ നാം മാറണം. നമ്മുടെ വേഷത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും മാറണം. എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടുകളും ചെയ്യാൻ പിശാച് മനുഷ്യനെ സജ്ജമാക്കിയിരിക്കുകയാണ്. ഞാനിവിടെ പറയുന്നത് എത്രമാത്രം നീ ഒരു സദസ്സിന്റെ പരിശുദ്ധിക്ക് യോജിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് പറയാൻ എന്റെ മനസ്സെന്നെ നിർബന്ധിക്കുന്നു. ഞാനൊരു പയ്യൻ വരാന്തിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ അവന് ഡ്രസ്സ് എങ്ങനെ അറിയോ, അവന് അടിയിലുള്ള ഈ ഷർട്ടിന്റെ രണ്ടറ്റവും ഇങ്ങനെ പാൻസിന്റെ ആ സിബ് കാണത്തക്ക വിധത്തിൽ മടക്കി മുകളിലേക്ക് വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു യാദൃശ്ചികമായി നമ്മൾ ഷർട്ട് ഇടുമ്പോൾ സംഭവിച്ചതാവും. പിന്നെ അവൻ എന്താ വെച്ചാൽ ഏത് സമയത്തും അങ്ങനെ എന്താണ് ആ വൃത്തികേട്. ഒരു പുരുഷൻ അവന്റെ മറക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് തൂങ്ങി നിൽക്കുന്ന ഷർട്ടിന്റെ ഉൾവശം മടക്കി വെച്ചിരിക്കുക.
ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുത്തനെ നമ്മൾ കാണുമ്പോൾ ഒരു ശരിക്കൊരു നോർമൽ ബുദ്ധിയുള്ള ഒരാള് എന്താ ചിന്തിക്കുക, എന്തൊരു വൃത്തികേടാണെന്ന്. പക്ഷെ അതുപോലും ഒരു നല്ല വേഷവിധാനമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പാൻസ് ഇറങ്ങി നല്ലൊരു ബെൽറ്റ് സംഘടിപ്പിച്ചിട്ട് എവിടെയാണ് പാൻസ് ഉറപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ കണ്ടില്ല അങ്ങനത്തെ പയ്യന്മാരെ ക്യാമ്പസിൽ? അല്ലോ, എവിടെയാണ് ആ പാൻസ് നിൽക്കുന്നത് നിങ്ങൾ നോക്കുന്നു. എന്തൊരു വൃത്തികേട്. നോക്കുന്ന ഒരു ചെറിയൊരു കോമൺ സെൻസ് ഉള്ള ഒരാളെ മനസ്സിൽ എന്തൊരു പ്രയാസമാണ് അത് ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ ഇത്രയും പൈശാചികമായ ഡ്രസ്സിംഗ് രൂപങ്ങൾ നമ്മുടെ ക്യാമ്പസിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, നല്ല സമൃദ്ധമായ പ്രവാചകന്റെ മുഖത്തുള്ള സമൃദ്ധമായ താടി കാണുമ്പോൾ പരിഹാസത്തോടെ ചിരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിലെ. താടി കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, പടച്ച തമ്പുരാനെ, ഏറ്റവും പ്രിയപ്പെട്ട, നമ്മുടെ ഉമ്മയേക്കാൾ നമുക്ക് പ്രിയപ്പെട്ട, നമ്മുടെ മക്കളെക്കാൾ പ്രിയപ്പെട്ട ആ പ്രവാചകന്റെ മുഖത്തെക്കുറിച്ച് ആർക്കും അഭിപ്രായമില്ല. ക്ലീൻ ഷേവിൽ മിമ്പറിൽ നിന്ന് കുത്തുപറഞ്ഞ് ഇറങ്ങുന്നവരെ വിളിച്ച് നിങ്ങൾ ചോദിച്ചോളൂ പ്രവാചകന്റെ മുഖം എങ്ങനെയാണെന്ന്. അയാൾ പറയും, സമൃദ്ധമായൊരു താടിയുണ്ട്, നെഞ്ചു വരെ തൂങ്ങി നിന്നു. ആ മുഖം കാണുമ്പോൾ പരിഹസിക്കുന്ന ഒരു ചിരി വരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഇസ്ലാമിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ വെക്കണ്ട, താടി വെക്കണ്ട. ആ താടി വെക്കാതെ ആ ഒരു താടി വെച്ച മുഖത്തെ കാണുമ്പോൾ പരിഹാസം മനസ്സിൽ വരുമ്പോൾ, പ്രവാചകന്റെ മുഖം ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മനസ്സ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞ അതുപോലും കാണുമ്പോൾ പരിഹസിച്ചിരിക്കുമ്പോൾ, ഈ വൃത്തികെട്ട വേഷങ്ങൾ കാണുമ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ അവരെ പരിഹസിക്കണമെന്നല്ല, നമുക്ക് ഒരു ചെറിയൊരു പുഞ്ചിരിയോടെയെങ്കിലും അത് തിരുത്താൻ നമുക്ക് പറ്റണം. വേണ്ട, നമ്മളെങ്കിലും അതിന്റെ ഭാഗവാക്കാകാതിരിക്കണ്ടേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യത്തിലും ഇസ്ലാം യുക്തിഭദ്രമായിട്ടാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, പാൻസ് താഴെ വീണ ഒരുത്തനോട് നമുക്ക് ചോദിക്കാം, സുഹൃത്തെ, ഈ ക്യാമ്പസിന്റെ അവസ്ഥ നിനക്കറിയില്ലേ? നീ പോകുന്ന ഈ പൊതു ബാത്റൂമിന്റെ അവസ്ഥ നിനക്കറിയില്ലേ? ഈ പാൻസ് അവിടെ വലിച്ചഴച്ചിട്ട് നീ പള്ളിയിൽ കയറുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് ആ സുഹൃത്തിന് തോന്നും. എന്നാ സഹോദരങ്ങളെ, നെരിയാണിക്ക് മേലെ പാൻസ് വെച്ചുകൊണ്ട് നമ്മൾ എന്താ പറയാ? എന്ത് ബുദ്ധിയാ പറയാ? അതിൽ എന്ത് തെറ്റാ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞ യുക്തിരഹിതമായി ഒന്നും പറഞ്ഞിട്ടില്ല ഇസ്ലാം, ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുണ്ട്, സഹോദരിമാരെ, വളരെ നമ്മൾ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്യാമ്പസുകളിൽ ഈ മിക്സഡ് വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ വേഷം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് ഗേൾസ് ഗ്യാതറിംഗ് ആയിട്ട് നമുക്കിവിടെ പരിപാടികളുണ്ട്, അവിടെ ഈ വിഷയം പ്രധാനമായി വരുമെങ്കിലും ഈ സെഷൻ ഞാൻ പറയാണ്, എന്റെ സഹോദരിമാർ, ഈ ക്യാമ്പിൽ വന്ന, ഈ പോക്കോണിൽ വന്ന എല്ലാവരും നിങ്ങളുടെ വേഷത്തെക്കുറിച്ചൊരു പുനർവിചനം നടത്തണം. ചിലപ്പോൾ ആയിരക്കണക്കിന് രൂപ വിലയുള്ള ഡ്രസ്സ് പ്രോഫ്കോൺ കഴിഞ്ഞാൽ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. ചിലപ്പോൾ അനുജത്തിമാർക്കോ മറ്റാർക്കെങ്കിലും നമ്മൾ അത് ഷേപ്പ് മാറ്റി കൈമാറേണ്ടി വരും. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞ സ്വർഗത്തിന്റെ വാസന അല്ലാതെ. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സംശയമില്ല, നമ്മൾ വൃത്തികെട്ടൊരു ക്യാമ്പസിൽ നമ്മുടെ ബോഡി ഷേപ്പ് കാണിക്കുന്ന രൂപത്തിൽ ഒരു വേഷം ധരിച്ച് മുഴുവൻ ചുരിദാറിന്റെ മുകൾ ഭാഗവും ചെസ്റ്റ് വരെ പൊളിച്ച് പ്രത്യക്ഷപ്പെട്ടാൽ സഹോദരങ്ങളെ, എത്ര ആളുകളെയാണ് നമ്മൾ തിന്മയിൽ വീഴ്ത്തുന്നത്? എത്ര കണ്ണുകളെയാണ് നമ്മൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്? എത്ര വിശുദ്ധമായി സുബൈ നമസ്കരിച്ച് നല്ല മനസ്സോടെ വന്ന് ഇന്നത്തെ ദിവസം വൈകുന്നേരമാകുന്നത് വരെയെങ്കിലും ഒരു തിന്മ ചെയ്തായിരിക്കാൻ നാഥ അവസരം തരണേ എന്ന് സുബൈക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു വന്ന ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ അവനെ നിർബന്ധിപ്പിച്ചുകൊണ്ട് തിന്മ വിചാരിപ്പിക്കാൻ അത്തരമൊരു ഡ്രസ്സിൽ ക്ലാസ്സിൽ വരുന്നത് എന്തുമാത്രം തിന്മയിലേക്കുള്ള പ്രചോദനമാണ്. ലിയഹ്മിലു ഔസാറവും കാമില, നമ്മുടെ തന്നെ ഇല്ലേ സഹോദരങ്ങളെ വഹിക്കാൻ പാപങ്ങളേറെ? സഹോദരിമാരെ, വമിൻ ഔസാരില്ലതിനെ യുളില്ലൂനഹും ബിഗൈരി ഇൽം, അറിവില്ലാതെ മറ്റുള്ളവരുടെ പോലും പാപങ്ങളെ നാം പരലോകത്ത് വഹിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് എന്റെ ആൺകുട്ടികളായ പെൺകുട്ടികളായ എല്ലാ സഹോദരി സഹോദരന്മാരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇസ്ലാമിന്റെ പേരിൽ നമ്മളൊരു പുതിയ മാറ്റം നമ്മൾ അവകാശപ്പെടണം. നിങ്ങൾക്ക് ആൺകുട്ടികൾക്കൊക്കെ പറ്റും. നമ്മളെ ഇനിയുള്ള ഈ ക്യാമ്പസിൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ പാൻസ് ഒന്ന് മടക്കി വെച്ചാൽ സഹോദരങ്ങളെ, ചിലരൊക്കെ നിസ്കരിക്കാൻ സമയത്ത് മടക്കി വെക്കുന്നുണ്ട്. മാ അസ്ഫലു മിനൽ കഅബൈൻ ഫഫിന്നാർ, നെരിയാണിക്ക് താഴെയുള്ളത് നരകത്തിലാണ് എന്ന് നബിസാസ്മ അത്രയും പ്രത്യക്ഷമായി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഒഴിവാക്കണം. ഈ ഒരു പൊതു സ്ഥലത്ത് പെൺകുട്ടികൾക്ക് നമ്മൾ വേറെ സൗകര്യം ചെയ്തിട്ടുണ്ടെങ്കിലും സഹോദരങ്ങളെ, ആൺകുട്ടികളൊക്കെ ഉള്ള ഒരു ക്യാമ്പസാണ്, ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ വേഷവിധാനങ്ങൾ നന്നായി സൂക്ഷിക്കണം. നിങ്ങൾക്ക് നന്നായി അണിഞ്ഞൊരുങ്ങാം, ഏറ്റവും നൈസായ വസ്ത്രങ്ങൾ ധരിക്കാം, ഏറ്റവും പൂർത്തിയാകാത്ത ദേഹവും ഷോൾഡറും എല്ലാം കാണിച്ച് പുറത്തിറങ്ങാം. സഹോദരിമാരെ, ആരെ മുമ്പിൽ? നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിൽ. അതിനൊരവസരം വരുമ്പോൾ നിങ്ങൾ ഏറ്റവും അണിഞ്ഞൊരുങ്ങി സുറുമയിട്ട് കൺമഷി എഴുതി സുഗന്ധം ഉപയോഗിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ, നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത് അനുഭവിക്കാൻ ഒരവസരം ജീവിതത്തിൽ വരാനുണ്ട്. ആ കണ്ണുകൾക്ക് മുമ്പ് അതിനു മുമ്പ് അവിഹിതമായ കണ്ണുകൾക്ക് നിങ്ങളുടെ പരിശുദ്ധമായ അള്ളാഹു തന്ന സൗന്ദര്യത്തെയും അനുഗ്രഹത്തെയും നിങ്ങൾ അവിഹിതമായി ഉപയോഗിക്കാതിരിക്കുക എന്ന്
ആത്മാർത്ഥമായി ദീനിന്റെ പേരിൽ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഈ സെഷൻ അവസാനിപ്പിക്കുവാനുള്ള ഒരു ചുമതല കൂടെ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇനിയൊരു അവസരമില്ലാതെ ഞാൻ അവസാനിപ്പിക്കാൻ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്, ചോദിക്കാത്തൊരു ചോദ്യം, അതുമാത്രം ഞാനൊരു ചോദ്യമായി ഉന്നയിക്കുകയാണ്. ഞാൻ ആ ചോദ്യം പറയുമ്പോൾ ഈ സെഷൻ ആദ്യാവസാനം വരെ കേട്ടവരെല്ലാം പറയുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചോദ്യമാണ് എന്ന് പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നു. പല സെഷനുകളിലും അവസാനം വരാനുള്ള ചോദ്യമാണത്. ഈ സെഷനിൽ കേട്ട പല കാര്യങ്ങളിലും തിരുത്തൽ ആവശ്യമായ ഒരു വ്യക്തിയാണ് ഞാൻ, ഒരു വിദ്യാർത്ഥിയാണ്, ഒരു വിദ്യാർത്ഥിനിയാണ് ഞാനത് ആഗ്രഹിക്കുന്നു. ഞാനതിനു വേണ്ടി പരിശ്രമിക്കും. എനിക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ തരാനുണ്ടോ? ഒരുപക്ഷെ ഞാനത് ശ്രമിച്ചാലും തിങ്കളാഴ്ച ക്യാമ്പസിലെത്തുമ്പോൾ എന്റെ മനസ്സ് മാറിയാലോ, തികച്ചും ഈ 3 ദിവസത്തെ അധ്വാനങ്ങൾ പാഴായിപ്പോയാലോ, ഈ കേട്ടതെല്ലാം എന്നിൽ സ്വാധീനിക്കാതെ പോയാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പറയാണ്, ഒരു പെൺകുട്ടി അത്തരത്തിലൊരു പ്രതികരണം ഇവിടെ തന്നിട്ടുണ്ട്. ആ പ്രതികരണത്തോട് ഞാൻ 100% വിയോജിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആ പെൺകുട്ടി ചോദിക്കുന്നത്, ക്യാമ്പസുകളിൽ ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തൽക്കാലം പഠനം നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു എന്നാണ്. നമുക്ക് എന്തായിരുന്നാലും സഹോദരങ്ങളെ, അതൊരു പരിഹാരമല്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗങ്ങളിലും നമ്മൾക്ക് അറിവും വിദ്യാഭ്യാസമുള്ളവർ ഈ സമൂഹത്തിൽ ആവശ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾക്ക് മാത്രമായി, ആൺകുട്ടികൾക്ക് മാത്രമായി എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും ഉണ്ടെങ്കിൽ അവിടെ തന്നെയാണ് പഠിക്കേണ്ടത്. സ്ത്രീകൾക്ക് മാത്രം യാത്ര ചെയ്യാൻ ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെൺകുട്ടികൾ അത് തന്നെ തിരഞ്ഞെടുക്കണം. നമുക്ക് അതിനെ പറ്റിയ സാഹചര്യങ്ങൾ, സ്ത്രീകളെ പരിശോധിക്കാൻ, സ്കാൻ ചെയ്യാൻ ഒരു സ്ത്രീ പിന്നെ റേഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ലാബ് ഉണ്ടെങ്കിൽ അവിടെ തന്നെയാണ് പോകേണ്ടത്, യാതൊരു സംശയമല്ല. പക്ഷെ സഹോദരങ്ങൾ, നമുക്കത് പറ്റില്ലല്ലോ. നമ്മൾ പഠിക്കുന്ന കോളേജുകളും കാര്യങ്ങളൊക്കെ മിക്സഡാണ്, നമുക്ക് മാത്രമായിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ, സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് അതിന്റെ വഴി. പണ്ഡിതന്മാർ തന്നെ അതിനെ വ്യത്യസ്തമായി തിരിച്ചിട്ടുണ്ട്. സഹോദരിമാരെ അറിവിന് വേണ്ടി പറയുകയാണ്, ഒന്ന് മിക്സഡ് ആയിട്ട് വരുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരാനുള്ള മുത്തലക്കായ ഹലാൽ അനുവാദമുള്ള സന്ദർഭമുണ്ട്. തന്റെ ആങ്ങളയുമായി, ബ്രദറുമായി, തന്റെ വാപ്പയുമായി, ഭർത്താവുമായിട്ടൊക്കെ ആണാണെങ്കിലും സ്വതന്ത്രമായി ഇടപെടാൻ അനുവാദമുണ്ട്. എന്നാൽ ഹറാമായ ഇടപെടലുകളുണ്ട്. അത് ലാ യഖ്ലു അൻ റജുലും ബിംറഅ, ഒരാണും പെണ്ണും ഒറ്റയ്ക്കാവാൻ പറ്റൂല. എന്നാൽ മൂന്നാമത്തൊരു സന്ദർഭം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആ സന്ദർഭം നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ, ഇസ്ലാമിക നാടുകളിൽ പോലും നമുക്ക് ചില സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ആണും പെണ്ണും ഉണ്ടാകും. ഒരു ഷോപ്പിംഗ് മാളിൽ നമ്മൾ ചെന്നാൽ, ഒരു ബസ്സിൽ കയറിയാൽ, ഫ്ലൈറ്റിൽ കയറിയാൽ അവിടെ എല്ലാം ഉണ്ടാകും, സ്ത്രീകളും പുരുഷന്മാരും. അങ്ങനത്തെ സ്ഥലങ്ങളിൽ മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ നമ്മൾക്ക് കരണീയമായത് കണ്ണുകളെ താഴ്ത്തി, നമ്മുടെ ഡ്രസ്സ് ശരിയാക്കി, സൂക്ഷ്മത പാലിച്ച്, സംസാരങ്ങളെ നിയന്ത്രിച്ച്, അന്യ പുരുഷനും അന്യ സ്ത്രീയുമുള്ള ഒരു സ്ഥലമാണെന്നുള്ള പൂർണ്ണ ബോധ്യതയോടുകൂടെ ഒരു വിശ്വാസിയായി രഹസ്യത്തിലും പരസ്യത്തിലും തഖ്വയോടുകൂടെ ജീവിക്കുക മാത്രമേ നമുക്കൊരു ഫ്ലൈറ്റിൽ സാധ്യമാകൂ, ഒരു ബസ്സിൽ സാധ്യമാകൂ, ബസ് സ്റ്റോപ്പിൽ സാധ്യമാകൂ. നമ്മുടെ കലാലയങ്ങളിലും അതുമാത്രമേ നമുക്ക് സാധ്യമാകൂ. അതുകൊണ്ട് നിർത്തിപ്പോകുക, ഒഴിഞ്ഞു പോവുക എന്നതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സൂക്ഷ്മതയോടെ നേരിട്ടുകൊണ്ട് ഈ സാഹചര്യങ്ങളോട് മല്ലടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമ്മൾ തയ്യാറാവണമെന്നാണ് സഹോദരങ്ങളെ പ്രതിവിധിയായി നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ നിങ്ങൾ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും സുഹൃത്തുക്കളോ കൂട്ടുകാരോ ഇത്തരം തിന്മകളുമായി ബന്ധപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ അവരിന്ന് മാറി നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ പരസ്പരം പല ബന്ധങ്ങളെയും ഉണ്ടാക്കുന്നതും നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നതും സിമ്മും ഫോണും കൊടുന്നു തരുന്നതും കൂടെ തുണക്ക് നിൽക്കുന്നതുമെല്ലാം കൂട്ടുകാരാണ്. കൂട്ടുകാരുടെ ആ തെറ്റായ സാഹചര്യം ഇല്ലാതാക്കാൻ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രമിക്കണമെന്നാണ് ഒന്നെനിക്ക് പറയാനുള്ളത്. പിന്നെ ജീവിതം സ്മൂത്താണോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് സന്തോഷത്തോടെ പോകാൻ പറ്റും. അല്ലാഹുമ്മ അസ്ലിഹ്ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വ അസ്ലിഹ്ലി ദുനിയായ അല്ലത്തി ഫിഹാ മആശി. അല്ലാഹു എന്റെ ദുനിയാവും എനിക്ക് നന്നാക്കി തരണം. നമ്മുടെ പഠനം നല്ലതാണോ, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നല്ലതാണോ, സ്മൂത്തായ ഒരു ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല, തിന്മയിലേക്ക് പോകാനുള്ള പ്രചോദനങ്ങൾ ഉണ്ടാവില്ല. അത് നമുക്കതിനെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഇസ്തിആദത്താണ്. നമ്മൾ അള്ളാഹുവോട് കാവലിന് ചോദിക്കണം. ഇസ്തിആദത്ത് നമ്മുടെ ഏറ്റവും പ്രധാനം എനിക്ക് പറയുന്നത്, രാവിലത്തെ സമയം നമ്മൾ ഫ്രഷ് ആയിരിക്കണം. പിശാച് നമ്മളെ 3 കെട്ടിട്ടിട്ടാണ് എഴുന്നേൽപ്പിക്കുക. നമ്മുടെ മൂർധാവിൽ 3 കെട്ടിടും. അവന്റെ കെട്ടുകൾ 3 അഴിച്ച് നമ്മൾ എഴുന്നേറ്റാൽ പിശാചിന് നമ്മൾ സ്വതന്ത്രനായിരിക്കും. അള്ളാഹുവിനെ സ്മരിച്ച് ഒളുവെടുത്ത് നിസ്കരിക്കുമ്പോൾ ആ 3 കെട്ടുകളും അഴിയും. സുബ്ഹി ഏകാഗ്രതയോടെ നിസ്കരിച്ച് ഒരല്പസമയം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഒരു 10-100 പ്രാവശ്യം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരാൾ പറഞ്ഞാൽ ഹിർസു മിന ശൈത്താൻ അവന് കാവല് കിട്ടും. 100 നന്മ എഴുതപ്പെടും, 100 തിന്മ നീക്കപ്പെടും. ഒരു നല്ല പ്രഭാതം. ഞാൻ പലപ്പോഴും ജീവിതത്തിൽ നിയന്ത്രണ വിധേയമാകാത്ത ആളുകളോട് ചോദിക്കാറുണ്ട്,
രാവിലെ എപ്പോഴാണ് എഴുന്നേൽക്കലും? പലരും പറയാനുള്ളത് 7 മണി 8 മണി എന്നാണ്. ഞാൻ പറഞ്ഞു നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ ഒരു ഇസ്ലാമികമായ തുടക്കം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു വചനം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും തിന്മയിൽ നിന്നും രക്ഷപ്പെട്ടു. ആ സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ പറഞ്ഞ വാക്ക് ഖുർആനിലുണ്ട്, നിങ്ങൾ വായിച്ചു കാണും. കാലമ ആദല്ല, ഒന്ന് ഇസ്തിആദത്ത്, പിശാചിൽ നിന്ന് രക്ഷ തേടുമ്പോൾ പിശാചിന്റെ കാവൽ നമുക്ക് കിട്ടും. ഏതൊരു തിന്മയും നമ്മുടെ ശുദ്ധമായ മനസ്സിൽ നമുക്കതിനോട് വെറുപ്പേ ഉണ്ടാവുള്ളൂ. പിശാച് ഇടപെട്ടുകൊണ്ടാണ് ഏതൊരു തിന്മയോടും നമുക്ക് താല്പര്യമുണ്ടാക്കുന്നത്. സ്വന്തം വീട്ടിൽ 10, 18, 20 വയസ്സായ താൻ നോക്കി കണ്ടുപിടിച്ച് കണ്ണിനും മനസ്സിനും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ഭാര്യയുണ്ടെങ്കിലും 10, 60, 70 വയസ്സായ എല്ലാ മാരകമായ മാലിന്യങ്ങളും രോഗങ്ങളെയും പേറുന്ന ഒരു വേശ്യയെ പ്രാപിക്കുന്ന അധർമ്മകാരികളായ ആളുകളെ ആ തിന്മക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സ് പിശാചുണ്ടാക്കുന്ന മനസ്സാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാചിന് രക്ഷ എന്തൊരു തിന്മയുടെ മുന്നിൽ നിൽക്കുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാൻ നിങ്ങൾ മറന്നു പോകരുത്. അള്ളാഹു നമ്മുടെ സാഹചര്യങ്ങളെ എല്ലാം മാറ്റി നന്മയുടെ മനസ്സ് നമുക്ക് നൽകും. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇന്നഹു